ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു തഗ്ലൈഫ് മല്ലു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എന്താണ് ക്രിയേറ്റിൻ. പക്ഷേ അതിനു മുമ്പ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്തിനാണ് ക്രിയേറ്റിൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ലിഫ്റ്റിംഗ് പവർ വളരെ കുറവാണെങ്കിൽ ക്രിയാറ്റിനാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സപ്ലിമെന്റ്. പക്ഷേ പലർക്കും ക്രിയേറ്റിൻ ഉപയോഗിക്കാൻ ചെറിയൊരു പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കിഡ്നി പ്രോബ്ലംസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ട്. ക്രിയാറ്റിൻ എന്തെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ATP. ഈ ATP ആണ് നമ്മുടെ മസിലിന് എനർജി നൽകുന്നത്, അതായത് ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി. ഇതൊരു ബാറ്ററി പോലെ പ്രവർത്തിക്കുന്നു. ആക്ച്വലി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ATP, അതായത് നമ്മുടെ മസിൽ സെൽസ് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യും, അതായത് ADP ആയിട്ടും ഫോസ്ഫേറ്റ് ആയിട്ടും. ഈ ഫോസ്ഫേറ്റ് ആണ് നമ്മുടെ എനർജി, ബാക്കിയുള്ള ADP നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഈ ATPയുടെ എനർജി പൂർണ്ണമായി ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ ടയർഡായി ലിഫ്റ്റിംഗ് ഒക്കെ നിർത്തുന്നത്. പിന്നെ നമ്മൾ ക്രിയേറ്റിൻ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിലെ മസിൽസിന് പോസ്പോ ക്രിയേറ്റിൻ ലഭിക്കുന്നു. ഈ പോസ്പോ ക്രിയാറ്റിൻ നമ്മുടെ ADPയുടെ കൂടെ ജോയിൻ ചെയ്ത് വീണ്ടും ATP മാറുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് കൂടുതൽ ATP കിട്ടുന്നു. അങ്ങനെ നമുക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ATP ഉണ്ടാകുന്നു. തന്മൂലം കൂടുതൽ സ്ട്രെങ്ത്തും സ്റ്റാമിനയും നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു 10 റെപ്പ് അടിക്കുന്നതിന് പകരം ക്രിയേറ്റിൻ കഴിച്ചാൽ അത് 20 or 30 ആവും. പിന്നെ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കണം. ഇതിന്റെ മെയിൻ കാരണം നമ്മുടെ പോസ്പോ ക്രിയാറ്റിൻ ADP ആയിട്ട് കമ്പൈൻ ചെയ്ത് ATP ആകുമ്പോൾ ഒരുപാട് വെള്ളം നമ്മുടെ മസിൽ വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് മസിൽ പ്രോബ്ലംസ്, ഡീഹൈഡ്രേഷൻ, പിന്നെ കിഡ്നി പ്രോബ്ലംസ് എന്നിവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ നമ്മുടെ മസിൽ സെൽസ് കൂടുതലായി വാട്ടർ റീറ്റൻഷൻ കാണിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽ കുറച്ചുകൂടി ബൾക്കിയർ ആയിട്ട് കാണിക്കും, റൗണ്ട് ഷേപ്പ് കൂടുതലായി വരും. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റിൻ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കൂ. ഇനി നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഡയറ്റ് വേണമെങ്കിൽ ഞങ്ങളുടെ taglifemallu@gmail.com എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ടേക്ക് കെയർ, സ്റ്റേ സ്ട്രോങ്.